കേരളം ഇപ്പോൾ ആത്മഹത്യയുടെ ഒരു തുരുത്തായി മാറിയിരിക്കുകയാണ്. നിരന്തരമായി ആത്മഹത്യയുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ചെറിയ മക്കൾ മുതൽ നിസ്സാരമായ കാരണത്തിന് മൊബൈലിൽ ഗെയിം കളിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ ആത്മഹത്യ ചെയ്ത 9 വയസ്സുകാരനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. എന്താണ് ജീവിതത്തിൻ്റെ നിമ്നോന്നതികൾ അറിയില്ല. എന്തൊക്കെയാണ് ജീവിതത്തിൻ്റെ വിജയങ്ങളും പരാജയങ്ങളും മനസ്സിലാക്കാനുള്ള പക്വത എത്തിയിട്ടില്ല. നിസ്സാരമായ കാര്യങ്ങൾക്ക് ജീവിതം മടുക്കുന്നു, ഉടനെ തന്നെ ആത്മഹത്യയിലേക്ക് എത്തുന്നു. കൗമാരക്കാർ ധാരാളമായി ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിയുള്ളവരും ഡോക്ടർമാരും മെഡിക്കൽ കോളേജിലൊക്കെ പ്രധാന വകുപ്പുകളുടെ മേധാവികളുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. നാം മനസ്സിലാക്കുന്നത് ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവുണ്ടാവില്ല. മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പിൻ്റെ മേധാവിയാവും എന്നൊക്കെ പറഞ്ഞാൽ ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവുണ്ടാവില്ല. അവരുടെയൊക്കെ പേരെന്തായാലും അള്ളാഹുവുമായുള്ള ബന്ധം വളരെ കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഈ വിധത്തിലേക്ക് അവർ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നത്.